POKയിൽ വലിയ പ്രതിഷേധം നടക്കുകയാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇപ്പോഴിതാ POKയിൽ പ്രതിഷേധക്കാർ അവരുടെ പ്രതിഷേധത്തിന്റെ രീതി മാറ്റിയിരിക്കുന്നു എന്ന വാർത്തകൾ പുറത്തു വരുന്നു. പാക് അധീന ജമ്മു കശ്മീരിൽ തുടർച്ചയായ 17ാം ദിവസവും പാക് സർക്കാരിന്റെ നയങ്ങൾക്കെതിരെയുള്ള പ്രതിഷേധം ഇപ്പോൾ രൂക്ഷമായിരിക്കുകയാണ്. ആയിരക്കണക്കിന് ആളുകൾ തെരുവിലിറങ്ങി പ്രകടനം നടത്തുന്നു. ഇപ്പോഴിതാ സ്ത്രീകളെ മുന്നിൽ നിർത്തിയുള്ള പ്രതിഷേധമാണ് ഇവർ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. സ്ത്രീകൾ പ്രതിഷേധക്കാരിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. റാവൽകോട്ടിലെ ഈദ്ഗാഹ് മൈതാനിയിൽ ആയിരക്കണക്കിന് പ്രതിഷേധക്കാർ ഒത്തുകൂടി. റിപ്പോർട്ട് അനുസരിച്ച് 50,000-ത്തിലധികം ആൾക്കാർ ഇവിടെ ഒത്തുകൂടിയതിൽ പകുതിയിലേറെ പേർ സ്ത്രീകളായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. പാകിസ്ഥാൻ സർക്കാർ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളും കർശന സുരക്ഷാ നടപടികളും ഉണ്ടായിരുന്നിട്ടും അവാമി ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധങ്ങളുടെ ഒരു തരംഗം തന്നെ സ്ത്രീകളുടെ നേതൃത്വത്തിൽ ഇപ്പോൾ പൊട്ടിപ്പുറപ്പെട്ടിരിക്കുകയാണ്. സാമ്പത്തിക ബുദ്ധിമുട്ട്, അധികാരത്തിനെതിരായ വെല്ലുവിളികൾ, പണപ്പെരുപ്പം, ദീർഘകാല രാഷ്ട്രീയ അവഗണന തുടങ്ങിയ വിഷയങ്ങളിൽ പ്രതിഷേധക്കാർ സർക്കാരിനെ ഉപരോധിച്ചു. സ്ത്രീകളും സോഷ്യൽ മീഡിയ ഉപഭോക്താക്കളും ഈ പ്രതിഷേധത്തിൽ പങ്കുകൊണ്ടു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ സ്ത്രീകളുടെ നേതൃത്വത്തിലുള്ള ഈ കലാപം കാണുമ്പോൾ പാകിസ്ഥാൻ സൈന്യം സ്തബ്ധരായി എന്നുള്ളതാണ്. സ്ത്രീകൾ അണിയറയിലേക്ക് ഇറങ്ങുമ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടാക്കുമ്പോൾ പാകിസ്ഥാൻ സൈന്യം അവർക്ക് മുമ്പിൽ പകച്ചു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായി സാധിക്കുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ സ്ത്രീകൾ ഈ മുന്നണിയിലേക്ക് വരും എന്നാണ് അവാമി ആക്ഷൻ കമ്മിറ്റി ഇപ്പോൾ വിലയിരുത്തുന്നത്. സ്ത്രീകളെ മുന്നിൽ നിർത്തിയുള്ള പ്രതിഷേധം ഏറെക്കുറെ വിജയകരമാണ് എന്നുള്ളതാണ് നിലവിൽ അവരുടെ വിലയിരുത്തൽ. പക്ഷെ ഒന്നും പറയാൻ സമയമായിട്ടില്ല എന്നും ഇപ്പോൾ ഇവർക്കിടയിൽ ഒരു ചർച്ചയുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സ്ത്രീകളെ മുന്നിൽ നിർത്തി സമരം ചെയ്യുമ്പോൾ പാകിസ്ഥാൻ സൈന്യം എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള ഒരു ആശയക്കുഴപ്പം നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ തെഹ്രീക്കെ താലിബാൻ അടക്കമുള്ള സംഘടനകളും ഇതിന് പിന്തുണയായി രംഗത്തെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം.